ഹായ് ഹലോ വെബ് വ്യൂവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ HTML ഫയൽ ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ HTML ഫയലുകൾ ഫ്രീ ആയി ഹോസ്റ്റ് ചെയ്യാം, അതൊരു URL-നുള്ളിൽ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് GitHub എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. GitHub എന്നത് ജിറ്റ് എന്ന വെർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വെബ് പ്ലാറ്റ്ഫോമാണ്. GitHub കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കോഡുകൾ നമുക്ക് ഓൺലൈനായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ മറ്റ് ഡെവലപ്പർമാരുമായിട്ട് ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യാം, മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാം, വെർഷൻ കൺട്രോൾ ചെയ്യാം, പ്രോജക്റ്റുകൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ GitHub കൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് GitHub കൊണ്ട് എങ്ങനെ വെബ്സൈറ്റ് ഫ്രീ ആയി ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു HTML പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആൻറ്റി ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടൊരു HTML പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ പേജിനാണ് നമ്മൾ GitHubലോട്ട് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ GitHub എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് മെയിൽ ID പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ IDയോ ഗൂഗിൾ അക്കൗണ്ടോ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ ഇൻ കൊടുക്കുവാണ്. ഈ കാണുന്നതാണ് GitHubന്റെ ഡാഷ്ബോർഡ്. നമുക്ക് നമ്മുടെ HTML ഫയലുകൾ സൂക്ഷിക്കാനായിട്ട് ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് റെപ്പോസിറ്ററി എന്നാണ് പറയുന്നത്. പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. റെപ്പോസിറ്ററി ഒന്നും ഇല്ലാത്ത സമയത്ത് അതിങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെപ്പോസിറ്ററിയും അവിടെ ലിസ്റ്റ് ചെയ്യും. അല്ല എങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അവിടത്തെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണിക്കും. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ജനറൽ എന്ന് പറയുന്ന സ്റ്റേജാണ്. ഓണർ എന്ന് പറയുന്ന ഫീൽഡിൽ അക്കൗണ്ട് നെയിം ആണ് വരുന്നത്. പിന്നെ റെപ്പോസിറ്ററി നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ബിസിനസ് കാസ്റ്റ് എന്നുള്ള പേരാണ്. രണ്ടാമത്തേത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡാണ്. അതിൽ നമ്മളുടെ കോഡിന്റെ വെർഷൻ, എങ്ങനെ കോഡ് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ആണ്. കോൺഫിഗറേഷൻ്റെ അകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചൂസ് വിസിബിലിറ്റി ആണ്. അത് നമ്മൾ പബ്ലിക് ആക്കണം. പബ്ലിക് ആക്കിയില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഹോസ്റ്റിംഗ് സാധ്യമാവുകയില്ല. അക്കൗണ്ട് പബ്ലിക് ആക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കാണാൻ പറ്റുമെന്നുള്ളതാണ്. പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പ്രൈവറ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പേജ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇത് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ഫീൽഡ് ആഡ് റീഡ്മി ടെസ്റ്റ് എന്നുള്ളതാണ്. ഈ റീഡ്മി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മുടെ കോഡിന്റെ വെർഷൻ, എങ്ങനെ കോഡ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് ഈ റീഡ്മി ടെക്സ്റ്റിന്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അത് ഓണാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാനിവിടെ അത് ഓണാക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ ജിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ജിറ്റ് ഇഗ്നോർ എന്ന് പറയുന്നത് സാധാരണ അപ്ലോഡ് ചെയ്യാൻ പാടില്ലാത്ത ഫയലുകളുടെ ലിസ്റ്റ് എഴുതുന്ന ഒരു ഫയലാണ് ജിറ്റ് ഇഗ്നോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന നമ്മുടെ പാസ്വേഡുള്ള കോൺഫിഗറേഷൻ ഫയല്, നോഡ് മൊഡ്യൂൾസ്, ക്യാഷ്ഡ് ഫയൽസ്, OS ജനറേറ്റഡ് ഫയൽസ്, IDE ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. HTML പ്രോജക്റ്റിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അടുത്ത ഓപ്ഷനാണ് ആഡ് ലൈസൻസ് എന്നുള്ളത്. നമ്മളുടെ റെപ്പോസിറ്ററിയിലെ ഫയലുകൾ മറ്റുള്ളവർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള നിർദ്ദേശമാണ് ഈ ജിറ്റ് ലൈസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ഉദാഹരണമായിട്ട് പറയണം, നമ്മളുടെ കോഡ് പബ്ലിക്കിന് ഉപയോഗിക്കാമോ, മാറ്റങ്ങൾ വരുത്താമോ, അവരുടെ പ്രോജക്റ്റിൽ ഉപയോഗിക്കാമോ, നമ്മളുടെ കോഡുകൾ വിൽക്കാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് ജിറ്റ് ലൈസൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മുടെ റെപ്പോസിറ്ററിയിലാണ് നമ്മൾ നിൽക്കുന്നത്. റീഡ്മി ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മുടെ റെപ്പോസിറ്ററിയുടെ പേര് കാണിക്കുന്നുണ്ട്, നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ റെപ്പോസിറ്ററിയിലേക്ക്. അപ്പോൾ അതിനായിട്ട് തൊട്ട് മേളിൽ ആഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ കാണിക്കും. ആ വിൻഡോയിലേക്ക് നമ്മുടെ ഫയൽസ് ഡ്രാഗ് ചെയ്തിടുക. ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ CSS ഫയല്, സ്ക്രിപ്റ്റ് ഫയല്, index.html എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിൻഡോയിലേക്ക് വീണ്ടും നമ്മൾ എത്തും. ഇങ്ങനെയാണ് നമ്മുടെ ഫയൽ
അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കോൺഫിഗറേഷൻ ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പേജസ് എന്ന് വേണ്ട ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിറ്റ് ഹബ് പേജസ് എന്ന് വേണ്ട ഒരു വിൻഡോയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ബിൽഡ് ഡിപ്ലോയ്മെന്റിന്റെ അണ്ടറിൽ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിപ്ലോയ് ഫ്രം എ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. അതിൽ ജിറ്റ് ഹബ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ജിറ്റ് ഹബ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷനുകൾ നമ്മളെ കാണിക്കും. അതിൽ ഒന്ന് ജിറ്റ് ഹബ് പേജ് JKL. ഇതൊരു ഫ്രെയിം വർക്കാണ് JKL എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് സ്റ്റാറ്റിക് HTML എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് കോൺഫിഗർ കൊടുക്കുക. കോൺഫിഗർ കൊടുത്തു കഴിയുമ്പോൾ ഒരു വിൻഡോയിലേക്ക് വരും. അവിടെ നമുക്ക് static.yml എന്ന് പറയുന്ന ഫയലിന്റെ കോഡുകൾ കാണാം. ഈ YML ഫയൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി ജിറ്റ് ഹബ് പേജിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. ഈ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുമ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് കമ്മിറ്റ് മെസ്സേജ് ആണ്. അതിൽ ക്രിയേറ്റ് static.yml എന്ന് പറയുന്ന ഫയലാണ് അവിടെ കമ്മിറ്റ് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡഡ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് വിട്ടിട്ട് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വർക്ക് ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പാത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് പോകേണ്ടത് ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു മെനുവിലേക്കാണ്. നമ്മൾ ആക്ഷൻസ് മെനുവിൻ്റെ പേജിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ YML ഫയൽ അവിടെ കാണാം. അത് യെല്ലോ ഡോട്ട് വെച്ചായിരിക്കും ഇനീഷ്യലി അത് റെപ്രസെന്റ് ചെയ്യുന്നത്. കാര്യം കമ്മിറ്റ് ചെയ്ത ഉടനെ അത് യെല്ലോ ഡോട്ടിലായിരിക്കും അത് കാണിക്കുന്നത്. യെല്ലോ ഡോട്ടിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ആണെന്നുള്ളതാണ്. അത് യെല്ലോ ഡോട്ട് മാറിയിട്ട് ഗ്രീൻ ഡോട്ട് ആകുമ്പം അത് സക്സസ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം യെല്ലോയും അല്ല ഗ്രീനും അല്ല റെഡ് ഡോട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് ഫെയിൽഡ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ കേസിൽ ഇത് ഇപ്പം ഗ്രീൻ ഡോട്ട് ടിക്ക് ആയിട്ടുണ്ട്, അതായത് സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ സെറ്റിംഗ്സ് മെനുവിലേക്ക് ഒന്നുകൂടെ പോകണം. സെറ്റിംഗ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. പേജസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജിറ്റ് ഹബ് പേജസ് എന്ന് പറയുന്ന പേജ് കാണിക്കും. അതിൽ യുവർ സൈറ്റ് ഈസ് ലൈവ് അറ്റ് നമ്മുടെ സൈറ്റിന്റെ URL കാണിക്കും. ഇപ്പം നമുക്ക് അവിടെ നമ്മുടെ ബിസിനസ് കാസ്റ്റ് എന്ന് പറയുന്ന റെപ്പോസിറ്ററി ഒരു URL ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അൺപബ്ലിഷ് ചെയ്യണമെങ്കിൽ അൺപബ്ലിഷ് ക്ലിക്ക് ചെയ്താൽ മതി. ആ URL അപ്പം ഡിസേബിൾ ആകും. ജസ്റ്റ് നമ്മൾ അതിൽ വിസിറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള HTML നമുക്ക് അവിടെ ലൈവായിട്ട് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ജിറ്റ് ഹബിൽ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.